ജില്ലയിലെ തോട്ടം തൊഴിലാളികൾക്ക് പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ, വിവാഹ, ചികിത്സ, മരണാനന്തര ധനസഹായങ്ങൾ 3 വർഷമായി കിട്ടുന്നില്ലെന്ന് പരാതി. പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റിയിൽ കോടിക്കണക്കിന് രൂപ ഫണ്ട് ഉള്ളപ്പോഴാണ് അർഹമായ ധനസഹായം തൊഴിലാളികൾക്ക് ലഭിക്കാത്തത്. കളക്ടർ അധ്യക്ഷനായ റിലീഫ് കമ്മിറ്റിയാണ് ധനസഹായത്തിനുള്ള അപേക്ഷകൾ പരിഗണിക്കേണ്ടത്. തോട്ടം തൊഴിലാളി മരിച്ചാൽ ആശ്രിതർക്ക് 1 ലക്ഷം, മക്കളുടെ വിവാഹത്തിന് 10,000 എന്നിങ്ങനെയാണ് ധനസഹായം കിട്ടേണ്ടത്. വിദ്യാഭ്യാസ, ചികിത്സാ സഹായങ്ങൾക്ക് പരിധിയില്ല. പഠിക്കുന്ന പ്രൊഫഷണൽ കോഴ്സിനെ അടിസ്ഥാനമാക്കി വിദ്യാഭ്യാസ സഹായവും ചിലവായ തുക പരിഗണിച്ച് ചികിത്സാ സഹായവും ലഭിക്കും. 3 വർഷമായി ഇത്തരം സഹായ പദ്ധതികളൊന്നും കിട്ടുന്നില്ല. ഇത് കാരണം നൂറുകണക്കിന് തൊഴിലാളികളാണ് ബുദ്ധിമുട്ടുന്നത്. പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളി കുടുംബങ്ങളാണ് ഏറ്റവും അധികം വിഷമിക്കുന്നത്. പലിശയ്ക്കും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങിയും കൈവശമുണ്ടായിരുന്ന സ്വർണം പണയപ്പെടുത്തിയുമാണ് അത്യാവശ്യ കാര്യങ്ങൾ നടത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ച സഹായം കിട്ടാതെ വന്നതോടെ ഇവരെല്ലാം കടക്കണിയിലായി കഴിഞ്ഞിരിക്കുകയാണ്. തോട്ടത്തൊഴിലാളികൾക്കും ഈ ചികിത്സാ ധനസഹായവും വിദ്യാഭ്യാസ ധനസഹായങ്ങൾ ഇങ്ങനെയുള്ള മുതലായവ കിട്ടിക്കൊണ്ടിരുന്നത് മുടങ്ങിയിട്ട് 3 വർഷമായി. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 3 മാസം മുന്നേ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി കൂടുകയും ആ കൂടിയ കമ്മിറ്റിക്കകത്ത് പല അപേക്ഷകളും പരിഗണിക്കാതെ ഇതുവരെ സത്വര നടപടികളും ഉണ്ടായിട്ടുണ്ട്. പീരുമേട് താലൂക്കിലെ കൂടുതലും അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങൾ പീരുമേട് ടീ കമ്പനി ഉൾപ്പെടെ MM ജോപ്പുള്ള പ്ലാന്റേഷൻ തൊഴിലാളികൾ, അങ്ങനെ നിരവധി തൊഴിലാളികളുടെ കുട്ടികൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ വലിയ കൊള്ളപ്പലിശയ്ക്ക് വായ്പ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിന് സത്വര നടപടി ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടാകണം. പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി അടിയന്തരമായിട്ട് ചേർന്ന് നടപടി സ്വീകരിക്കണം. സംയുക്ത ട്രേഡ് യൂണിയൻ വിധിച്ചു നൽകിയ പ്ലോട്ടുകളിൽ നിന്ന് കൊളുന്തുനുള്ളി വിൽപ്പന നടത്തിയാണ് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ കഴിഞ്ഞുകൂടുന്നത്. കിട്ടുന്ന വരുമാനം നിത്യച്ചെലവിന് പോലും തികയില്ല. അതിനിടയിലാണ് മക്കളുടെ വിദ്യാഭ്യാസ, വിവാഹ ചെലവുകൾ കൂടി വഹിക്കേണ്ടി വരുന്നത്. ചികിത്സ, മരണാനന്തര ചെലവുകളും ഒഴിവാക്കാനാവില്ല. കളക്ടർ അധ്യക്ഷനും ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്നതാണ് പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റി. ജില്ലയിലെ MLA-മാർ ക്ഷണിതാക്കളാണ്. ട്രേഡ് യൂണിയനുകൾ സമ്മർദ്ദം ചെലുത്തിയാലും കമ്മിറ്റി കൂടാനോ ധനസഹായ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ല. 3 മാസം മുൻപ് കമ്മിറ്റി കൂടിയെങ്കിലും അപേക്ഷകളിൽ നടപടി ഉണ്ടായില്ല. തൊട്ടു പിന്നാലെ കളക്ടർ സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. പുതിയ കളക്ടർ എത്തിയെങ്കിലും നടപടി ഇനിയും അകലെയാണ്. വണ്ടിപ്പെരിയാർ CHC-യിലെ മെഡിക്കൽ ഓഫീസറാണ് ചികിത്സാ സഹായത്തിനുള്ള ബില്ല് പാസാക്കേണ്ടത്. ജോലി തിരക്ക് കാരണം പല ബില്ലുകളും പരിഗണിക്കുന്നില്ല. അടിയന്തരമായി കമ്മിറ്റി വിളിച്ചു ചേർത്ത് ധനസഹായം ലഭ്യമാക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.